പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികളുടെ പിതാവായി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. വാർദ്ധക്യത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹമായ ഒരു മകനെ ലഭിച്ച അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീരുവാനുള്ള പ്രധാന കാരണം അബ്രഹാമിലുള്ള ഉറച്ച വിശ്വാസമാണ്. ഇവിടെ റോമാലേഖന കർത്താവ് പറയുകയാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമുക്കായി ചിലതൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിലുള്ള ഒരു വിശ്വാസത്തിന്റെ ആ കുറവ് നമ്മളിൽ എപ്പോഴും നിലനിൽക്കാറില്ല. ദൈവമുണ്ട് എന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികളെ പലപ്പോഴും നമ്മൾ ഹൃദയം കൊണ്ട് തന്നെ അവിശ്വസിക്കാറുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചില നീതി പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ, ദൈവം നമ്മുടെ അനീതിയെ കണക്കിടാതെ നീതിയുടെ നന്മകൾ നമുക്ക് നൽകണമെങ്കിൽ ആ ദൈവത്തിലുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. ഇവിടെ അബ്രഹാം ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാണ്, അർത്ഥാൽ തൻ്റെ കുടുംബത്തിനകത്ത് ഒരു പൈതലില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നു. അബ്രഹാമും ഭാര്യയൊക്കെ വളരെ ക്ഷീണിതരായി തീർന്ന സാഹചര്യത്തിലാണ് ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുക്കുന്നത്. ആ വാഗ്ദത്തത്തിൽ അബ്രഹാം ഒന്ന് വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസത്താൽ അബ്രഹാം മുൻപോട്ട് നയിച്ചത് ദീർഘവർഷങ്ങളാണ്. അവിടെയാണ് അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടത്. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഒരു ഉറപ്പുണ്ടാകണം. ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ആ ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ആശ്രയിക്കാനൂടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികളിൽ നമുക്കൊരു അവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് മറുപടി കിട്ടുന്നത്? ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം എന്താണോ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം. യോബ് പറഞ്ഞ ഒരു വാക്കുണ്ട്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എത്ര കഷ്ടത വന്നാലും പ്രയാസം വന്നാലും, അർത്ഥാൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മറുപടി താമസിച്ചാലും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളൊരു തീരുമാനമാണ് ദൈവം നമ്മളിൽ ചില നീതി പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആകയാൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ കർത്താവിനെ നോക്കിയാണോ നിങ്ങൾ ജീവിക്കുന്നത്? കർത്താവിനെ നോക്കിയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? കർത്താവിനെ നോക്കിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ആ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ വിശ്വാസത്തെ കണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നീതി ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ലോകം നമ്മളോട് അനീതി ചെയ്യുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് അനീതി ചെയ്യുമ്പോൾ, നീതിമാനായ ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്കായി നീതി ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ കഷ്ടതയിൽ ഞാൻ നീതി ചെയ്ത് നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വേദനയിൽ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ പോകുകയാണ്. ആകയാൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഈ പകൽക്കാലം ദൈവത്തിന്റെ നീതിയുള്ള പ്രവൃത്തികളെ കാണുവാൻ വിശ്വാസത്തോടെ നമ്മെയും നമ്മുടെ ഹൃദയത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.